പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ സഭ യേശുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഒന്നാം വായനയിലൂടെ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം ഉണർന്ന് പ്രശോഭിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ പ്രകാശമായ യേശു വന്നു ചേർന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നമ്മൾ ദൃശ്യമാകുകയും ചെയ്യും. നമ്മുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നാം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാം. അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുവാൻ സഹായിക്കും. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവിനെ കണ്ട് ആരാധിക്കുവാനും കാഴ്ചകൾ സമർപ്പിക്കുവാനും പൗരസ്ത്യ ദേശത്ത് നിന്ന് 3 ജ്ഞാനികൾ വരുന്നു. ഒരു നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി പോകുന്നു. ഹെരോദസ് രാജാവിനെ അവർ കാണുന്നു. യേശുവിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ഹെറോദോസ് അസ്വസ്ഥനാകുന്നു. ജ്ഞാനികൾ പോയി ശിശുവായ യേശുവിനെ കാണുന്നു. രാജാതിരാജനെ കണ്ട് ആരാധിക്കുന്നു. അവർ പൊന്നും കുന്തിരിക്കവും കാഴ്ചവെച്ചു. യേശു രാജാവാണെന്നും പൊന്നും യേശു രക്ഷകൻ ആണെന്നും പറയും. യേശു ദൈവമാണെന്ന് കുന്തിരിക്കവും കാഴ്ചവെച്ചുകൊണ്ട് അവർ യേശുവിനെ ആരാധിച്ചു. നാം യേശുവിനെ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന ഒരു നക്ഷത്രമാകാം. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാം. യേശുവിനെ സ്നേഹിക്കുവാൻ രാജാവായ രക്ഷകനായ ദൈവമായി നമ്മിൽ വാഴട്ടെ. സ്വർഗീയ കാര്യങ്ങൾ കൂടുതൽ താല്പര്യരാകാം.